അഹാലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ എന്താണ് തന്തൂരി ചിക്കനും അൽഫാമും ചില്ലി ചിക്കനൊക്കെ ഇങ്ങനെ കഴിക്കണം എന്നിങ്ങനെ കൊതിച്ച് നിൽക്കുവാണ്. പക്ഷേ എങ്കിൽ എന്താണ് ഹോട്ടലിലൊന്നും പോയി കഴിക്കാൻ ഭയങ്കര പേടിയാണ്, കൊറോണ വന്നാലോ പിടിച്ചാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി വെച്ചിട്ട് വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് ബെറ്റർ. കുറച്ച് പേർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും, എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കുക അല്ലേ? അപ്പം നമ്മളിപ്പോഴത്തെ ആൾക്കാർ ഹെൽപ്പ് ചെയ്യും. ഇന്ന് ഞാൻ അതുകൊണ്ട് തന്നെ ഒരു അൽഫാം ചിക്കനുമായിട്ടാണ് വന്നത്. അൽഫാം ചിക്കൻ നിങ്ങൾക്ക് തരാനല്ല, ഉണ്ടാക്കുന്ന രീതി പറഞ്ഞു തരാനാണ്. അയ്യടാ ഞാൻ തന്നിട്ട് എങ്ങനെ കഴിക്കണ്ട. സോ അപ്പോൾ അൽഫാം ചിക്കൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ വേഗം പറഞ്ഞുതരാം. ഇത് കണ്ടിട്ട് വേഗം നിങ്ങളും പോയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയിട്ട് അഭിപ്രായമൊക്കെ വന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടന്നാലോ? ഓക്കെ, യെസ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തത്. അപ്പോൾ ചിക്കൻ ഇതുപോലെ കുറച്ച് വലിപ്പമുള്ള പീസായിട്ട് മുറിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് 1.5 കിലോ ചിക്കൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ 1.5 കിലോ ചിക്കൻ തന്നെ എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് 1 കിലോ ആണെങ്കിൽ ആവശ്യമാണെങ്കിൽ 1 കിലോ ചിക്കൻ എടുക്കാം. എന്നിട്ട് കുറച്ച് ഞാൻ പറയുന്ന അളവിൽ നിന്നും കുറച്ചങ്ങ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കുറച്ചാൽ മതി. അതിനുശേഷം ചിക്കൻ നന്നായിട്ട് കഴുകിയെടുക്കുക. 2-3 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം. അതിൻ്റെ തൂവലൊന്നും തീരെ ഇല്ലാത്ത രീതിയിൽ, ചെറിയ ചെറിയ തൂവലുകളിലുണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലപോലെ ഇതുപോലെ കഴുകിയെടുക്കണം. അങ്ങനെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്, ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് ലൈൻസ് വരച്ചു കൊടുക്കാം. സ്കെച്ചിനെ കൊണ്ടല്ല, നമ്മൾ കത്തി എടുത്തിട്ട് ലൈൻ ഇതുപോലെ വരച്ചെടുക്കാം. എന്തിനാ? നമുക്ക് മസാലയൊക്കെ പെരക്കി എടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ, ചിക്കൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈൻസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ പീസിലും ഇതുപോലെ ലൈൻസ് വരച്ചു കൊടുക്കണം. ഈ ഒരു അൽഫാം ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കൂട്ട് മസാലയുണ്ട്. അതിൽ ആദ്യത്തെ ടൈപ്പ് മസാല ഉണ്ടാക്കുന്നത് പറഞ്ഞുതരാം. അതിന് 1/4 കപ്പ് തൈരാണ് ഞാനിവിടെ എടുത്തത്. ചിക്കനിലേക്ക് 1/4 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അര ടീസ്പൂൺ, അര ടീസ്പൂണും കൂടി. അപ്പോൾ 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പിന്നെ വേണ്ടത് ചെറുനാരങ്ങയാണ്. ഒരു ചെറുനാരങ്ങയാണ് ഞാനിവിടെ എടുത്തത്. അടുത്തത് നമുക്ക് ഈ മസാലക്കായി വേണ്ടത് കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇവിടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇത് മൊത്തത്തിൽ അങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. തൈരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചെറുനാരകയും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ കൂടിയിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് ഈ ചിക്കനിൽ ഇങ്ങനെ പെരക്കി എടുക്കണം. പെരക്കി എടുക്കുക എന്ന് വെച്ചാൽ നമ്മളെ കണ്ണൂർ മാഹി സ്റ്റൈലാണ്. ഇത് മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കുക എന്ന് പറയുന്നതിന് പകരം നമ്മൾ പെരക്കി എടുക്കുക എന്ന് പറയും. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കീറൊക്കെ വെച്ച സ്ഥലങ്ങളിൽ നന്നായിട്ട് മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ മസാലക്കൂട്ട് ഇവിടെ ചിക്കനിൽ ഇങ്ങനെ നന്നായിട്ട് പെരക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഒരു 15 മിനിറ്റ് മാറ്റി വെക്കണം. മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കട്ടെ. ഈ ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് രണ്ടാമത്തെ മസാലക്കൂട്ട് തയ്യാറാക്കണം. അപ്പോൾ എങ്ങനെയാണ് അത് തയ്യാറാക്കേണ്ടത് വേഗം ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ മസാലക്കൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ വറുത്തെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ ചൂടാക്കണം. ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 12 ചുവന്ന മുളക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം, കരിഞ്ഞു പോരുത്. രണ്ടാമതായി ചേർക്കേണ്ടത് മല്ലിയാണ്. ഞാനിവിടെ 1/4 ടേബിൾ സ്പൂൺ മല്ലിയാണ് ചേർത്തത്. പിന്നെ ഇതിലേക്ക് 8 ഏലക്കായി, ഒരു കഷ്ണം പട്ട, 12 ഗ്രാമ്പു ഇതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ബേലീഫ് എന്ന് വെച്ചാൽ അതായത് കറുവാപ്പട്ടയുടെ ഇലയാണ്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ആദ്യം കറുവാപ്പട്ട ഒരു കഷ്ണം ചേർത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു ബേലീഫ് ഇതിലേക്ക് വറക്കാൻ വേണ്ടിയിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കേണ്ടത് പെരിഞ്ജീരകമാണ്. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സാദാ ജീരകം എന്ന് പറയുമ്പം ചെറിയ ജീരകവും 1/2 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് പൊടിക്കാത്ത കുരുമുളക് 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ ഞാൻ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ കുറച്ച് ഐറ്റംസ് കൂടി ആഡ് ചെയ്യാനുണ്ട്. ഇതിനായിട്ട് വേണ്ടത് ഒരു സവാളയാണ്. ഏകദേശം ഒരു മീഡിയം സൈസ് സവാള എടുക്കാം. പിന്നെ വേണ്ടത് തക്കാളിയാണ്. 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ പച്ചമുളകും വേണം. പച്ചമുളക് ഞാനിവിടെ 6 വലിയ പച്ചമുളകാണ് എടുത്തത്. പിന്നെ 1/2 കപ്പ് മല്ലിയില കൂടി വേണം. ഇത്രയും ഐറ്റംസ് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. ഓക്കെ, ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതുപോലെ ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കണം. നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ആദ്യം നമ്മൾ വറുത്ത് പൊടിച്ചെടുത്ത പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ച കൂട്ടില്ലേ, ഉള്ളി
തക്കാളി പച്ചമുളകൊക്കെ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. രണ്ടും കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നത് നല്ലത്. കൈനെ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് കൈയൊക്കെ ഒന്ന് പുകയും. സാരമില്ല, അത് കഴിക്കുമ്പോൾ അങ്ങ് മാറിക്കോളും. അൽഫാം ചിക്കൻ ഇങ്ങനെ കടിച്ച് പറിക്കുമ്പോൾ അങ്ങ് മാറിക്കോളും. അപ്പം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ മസാല കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം സുഹൃത്തുക്കളെ, നമ്മളെ ചിക്കൻ 15 മിനിറ്റ് മസാലയിൽ ഇങ്ങനെ കിടന്ന് പെരങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇപ്പം തയ്യാറാക്കി വെച്ച മസാല കൂടി നല്ലപോലെ അങ്ങ് പിറക്കി കൊടുക്കാം. ഓക്കെ, ഇതാ നമ്മളെ കീറൊക്കെ നന്നായിട്ട് അങ്ങ് മുങ്ങട്ടെ. കീറിലെല്ലാം നല്ല പോലെ അങ്ങ് തേച്ച് വെച്ച് കൊടുക്കണം. എങ്കിൽ മാത്രമേ മസാലയൊക്കെ പിടിച്ച് ചിക്കൻ അങ്ങ് ടേസ്റ്റി ആവും. അപ്പോൾ ഓരോ ചിക്കനും എടുത്തിട്ട് നമുക്കിതുപോലെ മസാല നല്ല പോലെ അങ്ങ് തേച്ച് പിടിപ്പിക്കാം. അങ്ങനെ നമ്മൾ ഓരോ ചിക്കനിലും മസാല നല്ല പോലെ അങ്ങ് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ 5 മണിക്കൂർ മാറ്റി വെക്കണം. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് 5 മണിക്കൂർ മാറ്റി വെക്കണം. അപ്പം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇനി നമുക്ക് 5 മണിക്കൂറിന് ശേഷം ഇത് തുറക്കണ്ട കേട്ടോ. അങ്ങനെ ഏകദേശം 5 മണിക്കൂറായി ഈ ചിക്കൻ മസാലയിലൊക്കെ പിറക്കി വെച്ചിട്ട് ഞാൻ ആ ഒരു സമയത്ത് അടുപ്പൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കത്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കടയിൽ കിട്ടും, കിലോനൊരു 70 രൂപയായിട്ട് അങ്ങനെ വരുന്നത്. അതിൻ്റെ ഒരു കല്ലൂട്ടം വന്നിട്ട് ഇതാ ടോർച്ച് അടിക്കുന്നുണ്ട്. രാത്രി ആയതുകൊണ്ട് ഇരിടാന്നൊക്കെ പറഞ്ഞിട്ട് ടോർച്ച് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വേഗത്തിലൊന്ന് കത്തി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 2-3 ചിരട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ കുറച്ച് കർപ്പൂരം കൂടി ഇട്ട് കൊടുത്തിട്ട് കത്തിക്കാം. ഓക്കെ, അങ്ങനെ അടുപ്പിൽ തീ നന്നായിട്ട് കത്തിയിട്ട് ഇതൊക്കെ നല്ല കണൽ പോലെ, ചിരട്ടയും കരിയൊക്കെ നല്ല കണൽ പോലെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈം ആവുമ്പോൾ നമ്മൾ ചിക്കനെ ഇങ്ങനെ എടുക്കാം. ഓക്കെ, ഏകദേശം ഇങ്ങനെ ആവണം, കണൽ പോലെ കിട്ടണം. അല്ലാണ്ട് ഇങ്ങനെ ആളിക്കത്തുമ്പോൾ ചിക്കൻ വേഗം കരിഞ്ഞു പോവും. അങ്ങനെ 5 മണിക്കൂറിന് ശേഷം ചിക്കനെ അങ്ങ് മൂടി വെച്ചിട്ടുള്ള അടപ്പങ്ങ് തുറന്നപ്പോൾ വാവ്, അടിപൊളി സ്മെല്ലാണ്, സൂപ്പറാണ്. ഓക്കെ, ഇനി നമുക്കിതിനെ വേഗം പൊള്ളിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ ഗ്രില്ലാണ് ഇവിടെ ഉള്ളത്. അപ്പം നിങ്ങളുടെ വീട്ടിൽ വലുതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗത്തിൽ പണി തീരും. ഓക്കെ, ഇവിടെ പക്ഷേ 1-2 പീസ് വെക്കാനേ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഗ്രില്ലിൽ 1-2, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലുതാണെങ്കിൽ അതുപോലെ അതിന് കണക്കായിട്ട് വെച്ചുകൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. നമ്മൾ നേരത്തെ കണലൊക്കെ വെച്ച് സെറ്റാക്കിയ നമ്മൾ അടുപ്പൊക്കെ ആക്കിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇനി അതിൻ്റെ മേളിലേക്ക് വെച്ചെടുക്കാം. കുറച്ച് സമയം എടുക്കും. ആദ്യത്തെ ട്രിപ്പ് ആവാൻ കുറച്ച് സമയം എടുക്കും. ചൂടായി വരുന്നതേ ഉള്ളൂ നമ്മളെ കണൽ. പിന്നെ അത് രണ്ടാമത്തെ ട്രിപ്പ് അങ്ങനെ ആകുമ്പോൾ കുറച്ച് നല്ല തീക്ക് നല്ല ചൂട് വരും. അപ്പോൾ കുറച്ച് വേഗത്തിലാവും. ഏകദേശം ഒരു 15 മിനിറ്റ്സ് ഒക്കെ എടുക്കും നമ്മളിതൊന്ന് വേവിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് ഓയിലൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊരു സോഫ്റ്റ്നെസ് കൂടി കിട്ടും. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഓയിലൊന്ന് ആക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇതുപോലെ നമ്മൾ ചകിരീനെ കൊണ്ടാണ് ഓയിലിൻ്റെ ബ്രഷ് എടുത്ത് ആക്കിയത്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ട്, അൽഫാം ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അല്ലൂട്ടിന് ഇതാ ഇവിടെ വെയിറ്റിംഗ് ആണ്. നമ്മളൊരു ഉച്ചക്ക് അങ്ങനെ മസാലയൊക്കെ ഇങ്ങനെ സെറ്റാക്കുമ്പോൾ അല്ലൂട്ടൻ ഇങ്ങനെ ക്ഷമ നശിച്ച് കാത്തു വെക്കുന്നുണ്ട്. എപ്പോൾ കിട്ടും. പക്ഷെ നമ്മൾ ഈ 5 മണിക്കൂറൊക്കെ ഇങ്ങനെ മസാല വിറക്കി വെക്കണ്ടേ. അപ്പം ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട്. വേഗം അല്ലൂട്ടനൊക്കെ കൊടുക്കട്ടെ. ആദ്യം ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മൾ ഡെക്കറേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഗംഭീര ഡെക്കറേഷനൊന്നുമല്ല, കുറച്ച് മുളകും, ഒരു കഷ്ണം തക്കാളിയും, ഒരു കഷ്ണം ഉള്ളിയൊക്കെ വെച്ചാൽ ഡെക്കറേഷനായി. ഇതിന് വലിയ ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലേ. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു അൽഫാം ചിക്കൻ കാണുമ്പം തന്നെ അങ്ങെടുത്ത് കഴിച്ചു പോകും. കുറച്ച് അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെക്കറേഷൻ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു അൽഫാം ചിക്കന് ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നും ഇല്ലയെന്ന് തോന്നി. ചിക്കൻ കാണുമ്പം തന്നെ നമ്മളിങ്ങെടുത്ത് കഴിച്ചു പോകും അല്ലേ. ഓക്കെ, അപ്പം എല്ലാവരും വീഡിയോ കണ്ടല്ലോ. അടിപൊളി ഐറ്റം അല്ലേ. കാണാൻ അടിപൊളിയാണ്, കഴിക്കാനും അടിപൊളിയാണ്. കഴിച്ചവർക്ക് അറിയാം അതിൻ്റെ ടേസ്റ്റ്. ഹോട്ടലിലൊക്കെ പോയി വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ വീട്ടിലുണ്ടാക്കി നോക്കാം. വളരെ സിമ്പിളാണ്, പക്ഷെ കുറച്ചൊരു സമയം എടുക്കും. എന്താണെന്ന് വെച്ചാൽ നമുക്കത് കുറച്ച് മസാലയൊക്കെ പിറക്കി വെക്കാനുള്ളൊരു സമയം എടുക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളാണെങ്കിലും കഴിക്കാൻ ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് മാത്രം ചെയ്താൽ പോരാ, നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്തെടുക്കണം. പിന്നെന്താണ്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ
തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.